മറ്റു വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം നടന്ന ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇടതുമുന്നണിയുടെ സത്യാഗ്രഹ സമരം ഇന്ന് നടക്കുകയാണ്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന സമരത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാവരും അണിനിരക്കും. MLA-മാർ ഉണ്ടാകും, ഇടത് MLA-മാർ ഉണ്ടാകും, ഇടതുമുന്നണിയുടെ നേതാക്കൾ പങ്കെടുക്കും. വികസന മുന്നേറ്റം തടസ്സപ്പെടുത്തി സർക്കാരിനെയും നാടിനെയും ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. വി അരുൺ ചേരുകയാണ്. അരുണ്, കേന്ദ്രത്തിനെതിരെ സമരം നടത്തുക എന്നുള്ള ലക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ചും. എങ്ങനെയാണ് സമരം, ഏത് രീതിയിലാണ് സമരം? മന്ത്രിസഭ ഒട്ടാകെ സമര പന്തലിലെത്തും അല്ലേ? തീർച്ചയായിട്ടും കേരളം സമരമുഖത്തേക്ക് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യമായി അല്ലെങ്കിൽ അതിന്റെ ഒരു ടാഗ് ലൈനായി ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പകരം അപൂർവമായി മാത്രമാണ് അത്തരത്തിൽ സമരങ്ങൾ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സഹകരണ മേഖലയിലെ കേന്ദ്ര ഇടപെടലുകൾക്കെതിരെ അതിശക്തമായ ഒരു സമരം മുഖ്യമന്ത്രിയൊക്കെ റിസർവ് ബാങ്കിന് മുന്നിലേക്ക് മാർച്ച് ചെയ്ത് നടത്തിയൊരു സമരമുണ്ട്. അങ്ങനെ ഡൽഹിയിൽ നടന്ന സമരം അതിനുശേഷമുണ്ട്. അങ്ങനെ വളരെ അപൂർവം മാത്രമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് സമരങ്ങൾ നടക്കാറുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമരം, അതും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു സമരം സ്വാഭാവികമായും അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാനം വലിയ വികസന മുന്നേറ്റം നടത്തുമ്പോഴും വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സംസ്ഥാനത്തിന്റെ ക്ഷേമ പദ്ധതികളെ, ക്ഷേമ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അതിനെതിരെയാണ് ഈ സമരം. ഏതായാലും ഇത് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന്റെ തുടക്കം കുറിക്കലായി വേണമെങ്കിൽ കാണാം. ആ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും MLA-മാരും പങ്കെടുത്തുകൊണ്ടുള്ള ഈ സമരം. ഇടതുമുന്നണി നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സമരത്തിന്റെ ഭാഗമാകും. അഭിവാദ്യ പ്രകടനങ്ങളുമായി പ്രവർത്തകരുമെത്തും. രക്തസാക്ഷി മണ്ഡപത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിലെ വേദിയിലാകും 10 മണിക്ക് സമരം ആരംഭിക്കുക. 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സമരം. കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രത്തിന്റെ അവഗണന കണക്ക് നിരത്തി സ്ഥാപിക്കുകയാണ് സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം 3 മാസത്തേക്ക് ലഭിക്കേണ്ട 12,000 കോടി രൂപയുടെ വായ്പ അനുമതിയുണ്ട്. ഇതിൽ 5,900 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചു എന്ന് സർക്കാർ ആരോപിക്കുന്നു. ബജറ്റിന് പുറത്തെടുത്ത വായ്പകളുടെ പേര് പറഞ്ഞ് ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ 17,000 കോടിയുടെ കുറവ് വരുത്തിയിരുന്നു. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളം നൽകിയ 6,000 കോടി രൂപയ്ക്ക് പകരമായി വായ്പ എടുക്കാനുള്ള അനുമതിയും കേന്ദ്രം തടഞ്ഞു. IGST റിക്കവറി എന്ന പേരിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട 965 കോടി രൂപ കേന്ദ്രം പിടിച്ചെടുത്തു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 73% വരെ കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിനത് 25%. ഗ്യാരണ്ടി നിക്ഷേപത്തിന്റെ പേരിൽ 33,300 കോടി രൂപയുടെ വായ്പാനുമതി കൂടി നിഷേധിക്കപ്പെടുന്നു. നെല്ല് സംഭരണം, സമഗ്ര ശിക്ഷ, കേരളം ജലജീവൻ മിഷൻ, UGC ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി മാത്രം ഏതാണ്ട് 5,784 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടാനുണ്ട്. ഇങ്ങനെ കേരളത്തിന് കിട്ടാനുള്ള പണത്തിന്റെ, സാമ്പത്തിക സഹായത്തിന്റെ അല്ലെങ്കിൽ അവകാശമായി ലഭിക്കേണ്ട പണത്തിന്റെ ഒക്കെ വെട്ടിക്കുറവ് എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം ആണ് എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ UDF എടുക്കുന്ന നിലപാടുകൾ കൂടി ഇടതുമുന്നണി നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ തുറന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ കേന്ദ്രത്തിനെ വിമർശിക്കാനല്ല, മറിച്ച് സംസ്ഥാനത്തെ വിമർശിക്കാനാണ്, സംസ്ഥാന ഭരണത്തെ വിമർശിക്കാനാണ് കോൺഗ്രസും UDF-ഉം തയ്യാറാകുന്ന ആരോപണം കൂടി ഇതിന്റെ ഭാഗമായി ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും അതിശക്തമായ വിമർശനം കേന്ദ്രത്തിനെതിരെ ഈ സമരത്തിലും ഉയരും. ഇവിടെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ചെയ്യാൻ പോകുന്നത്. ശരി അരുണ്, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് 10 മുതൽ 5 വരെയാണ് തിരുവനന്തപുരത്ത് മന്ത്രിസഭ ഇടതു നേതാക്കളൊക്കെ അണിനിരക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള സമരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.